ആലപ്പുഴയിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്ക് കടന്നു. ജനങ്ങളുടെ ഇടയിൽ നിന്ന് ആവേശകരമായ പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും വിജയം ഉറപ്പാണെന്നും ഷാനിമോൾ വ്യക്തമാക്കി. ആലപ്പുഴയിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ വാഹന പ്രചരണ ജാഥയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പ്രചരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ പ്രചരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് വാഹന പ്രചരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഒരു പ്രതികരണങ്ങൾ? ശുഭപ്രതീക്ഷയാണ് ആലപ്പുഴ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലുള്ളത്. ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ദേശീയ തലത്തിലുള്ള സർക്കാരിനെതിരെയുള്ള ശക്തമായ എതിർപ്പ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ അക്രമ രാഷ്ട്രീയത്തോടുള്ള ശക്തമായ എതിർപ്പ്. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കാര്യം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ശ്രീ കെ.സി. വേണുഗോപാൽ യാതൊരു തരത്തിലുള്ള എതിർപ്പുമില്ലാത്ത ഒരു ജനപ്രതിനിധിയായി 10 വർഷക്കാലത്തെ കാലാവധി പൂർത്തിയാക്കിയെന്നുള്ളത്, അതും എനിക്ക് ഒരു ഗുണപരമായ ഒരു കാര്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം സ്ത്രീകൾ എല്ലാ വീട്ടിലും പരിചിതമാണ്. അവർ ചെല്ലുമ്പോഴവരുടെ കുടുംബത്തിലെ അംഗത്തെ പോലെ നമ്മളെ കാണുന്നു. അവർക്ക് എന്താണ്, അവർക്ക് ഒരു വോട്ട് ചോദിക്കുമ്പോൾ തിരിച്ചു തരുന്ന മറുപടി വളരെ സ്നേഹോഷ്മളമായിട്ടുള്ള വരവേൽപ്പാണ് എല്ലായിടത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശുഭപ്രതീക്ഷയിലാണ് ഐക്യജനാധിപത്യ മുന്നണി. സ്ത്രീകൾക്കെതിരെയുള്ള വെല്ലുവിളികൾ ഒരുപാട് ഉയരുന്നൊരു കാലഘട്ടം കൂടിയാണ്. അങ്ങനെ ഒരു സ്ത്രീ കാൻഡിഡേറ്റായിട്ട് നിൽക്കുമ്പോൾ ആ വിഷയങ്ങൾ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക? അതിനകത്ത് കഴിഞ്ഞ 10-35 വർഷക്കാലത്തെ എൻ്റെ ഒരു പൊതുപ്രവർത്തന രീതി അറിയാവുന്നവരാണ് ഈ നാട്ടിലെ പ്രത്യേകിച്ച് സ്ത്രീകൾ, പൊതുജനങ്ങളൊക്കെ തന്നെ. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് സ്ത്രീ വിഷയങ്ങൾ ഇടപെടുന്ന ശൈലിയാണ് എല്ലാ കാലത്തും ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. അതിനെനിക്ക് കരുത്ത് നൽകിയിട്ടുള്ളത് ഈ നാട്ടിലെ സ്ത്രീകളടക്കമുള്ളവരാണ്. അപ്പോൾ അവർ എന്നോട് പറയുന്നത് സ്ത്രീകളുടെ വിഷയങ്ങളിൽ, പെൺകുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വ കാര്യത്തിലൊക്കെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിലകൊള്ളുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷ അവർക്കുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ അത്തരത്തിൽ ചിന്തയിലുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. നൂതനമായ ഒരുപാട് ആശയങ്ങൾ മനസ്സിലുണ്ട്. പക്ഷേ അത് സ്വാഭാവികമായി ഇവിടെയുള്ളവരുമായി കൂടി പങ്കുവെച്ചുകൊണ്ട് അവരുടെ ഹൃദയത്തോടൊപ്പം എൻ്റെ ഹൃദയവും ചേർത്ത് വെച്ചുകൊണ്ടുള്ള സ്ത്രീ സൗഹൃദ പദ്ധതികൾക്ക് രൂപം നൽകും. ആലപ്പുഴയുടെ വികസനത്തിൽ ഏത് തരത്തിലുള്ള ഇടപെടലായിരിക്കും ഉണ്ടാവുക? ആലപ്പുഴയിൽ ശ്രീ കെ.സി. വേണുഗോപാൽ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ അതിശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അദ്ദേഹം ആലപ്പുഴയെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി, വേൾഡ് ടൂറിസം ഡെസ്റ്റിനേഷനിൽ പെടുത്തിയതൊക്കെ ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ മത്സ്യ തൊഴിലാളി മേഖലയിൽ, അതുപോലെ കാർഷിക മേഖലയിൽ, പരമ്പരാഗത വ്യവസായ മേഖലയായിട്ടുള്ള കയർ വ്യവസായ മേഖലയിൽ, അരൂര് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കയറ്റുമതി മേഖലയിൽ, മത്സ്യം കയറ്റുമതി, സീ ഫുഡ് കയറ്റുമതി ചെയ്യുന്ന മേഖലയിലൊക്കെ ഇപ്പം നിരവധി വൈവിധ്യമുള്ള ഈ പ്രദേശത്ത് ഒരുപാട് നൂതനമായ ആശയങ്ങൾ കൊണ്ടുവന്ന് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാവണം, സ്ത്രീകൾക്ക് 10 പൈസ അവരുടെ കയ്യിൽ വേണം, അതായത് സാമ്പത്തിക സ്വാശ്രയത്വത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ഇതൊക്കെ ഇവിടെയുള്ളവരുമായി കൂടിയാലോചിച്ചുകൊണ്ട് നടപ്പാക്കുക എന്നുള്ള ആഗ്രഹമാണ് എൻ്റെ മനസ്സിലുള്ളത്. വിജയപ്രതീക്ഷ എങ്ങനെയാണ്? 101% വിജയപ്രതീക്ഷയിലാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ഒപ്പമുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും പ്രവർത്തകരും. എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രചരണ പരിപാടികളുമായിട്ട് ഷാനിമോൾ ഉസ്മാൻ മുന്നോട്ട് പോവുകയാണ്. തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെയാണ് ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ ഉള്ളത്. മാഹിൻ ജാഫറിനൊപ്പം എബി തോമസ്, മീഡിയ 1 ആലപ്പുഴ.